വി ഡി സതീശന് അനുകൂലമായാണ്. ഇത് കേരള ജനതയ്ക്ക് നൽകിയ വിജയം അതിനുള്ള അഭിവാദ്യമാണ്. ഒരു നേതാവിനും എതിരെയല്ല, ഒരു നേതാവിനും എതിരെയല്ല, ഒരു സംവിധാനത്തിനും എതിരെയല്ല. ഇത് കേരള ജനതയ്ക്ക് നൽകിയ വിജയം. ഇവിടെ UDF-ൽ കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമല്ല, ജനത എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം കൂടി ആ മുന്നണിയുടെ ഭാഗമാണ്. ആ ജനം ആഗ്രഹിച്ചത് VDS-നെയാണ്. ആ VDS കേരളം ഭരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു കൂട്ടം ആളുകളാണിത്. അങ്ങനെ അവസാനം പറഞ്ഞ് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. ഇത് കേട്ടപ്പോൾ ഞെട്ടിയില്ലേ? രമേശ് ചെന്നിത്തല എങ്ങനെ ആവാനാണ്? ഇവിടെ VD സതീശൻ നിൽക്കുന്നുണ്ട്, KC വേണുഗോപാൽ നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ രമേശ് ചെന്നിത്തല എങ്ങനെ ആവുന്നുണ്ട് അല്ലേ? അങ്ങനെ പലരുടെയും ചിന്തകളാണ് ഞാനും പറഞ്ഞത്. ചില ആളുകൾ VD ആവണമെന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ KC ആവണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് VD ആകണം എന്നുള്ളതാണ്. നമ്മൾ ഈ ജനവികാരം എന്നൊക്കെ പറയുമല്ലോ, അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് UDF-നെ മുന്നോട്ട് നയിച്ച് ഘടകകക്ഷികളെയും സാമുദായിക എന്താ പറയുക സമവാക്യങ്ങളും അങ്ങനെ പല സമവാക്യങ്ങളും ഒരുമിച്ച് നിർത്തി ഒരു വൻ വിജയം, അതായത് കോൺഗ്രസ് ഉണ്ടായാൽ തന്നെ എത്രയും വലിയ സീറ്റുകൾ കിട്ടുന്ന ഒരു അവസ്ഥ, 62-63 സീറ്റുകൾ കിട്ടുക എന്ന് പറഞ്ഞ ഒരവസ്ഥയിലോട്ട് കോൺഗ്രസിന് എത്തിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് അത് എന്താ പറയുക VD സതീശൻ തന്നെയാണ്. അപ്പോൾ VD അല്ലേ ആകേണ്ടത് എന്നാണ് ജനവികാരം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ, സർവേകൾ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ കാണുന്നത് VD സതീശന്റെ പേരായിരിക്കും. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് തന്നെയാണ്. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കാം. ജനങ്ങളുടെ വികാരമാണ്. സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ഹൈക്കമാൻഡ് ഇപ്പൊ KC വേണുഗോപാൽ പേര് പറഞ്ഞാൽ നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ സതീശൻ ജനം തെരുവിലിറങ്ങും. ഇത് ഈ ജനവിധിയാണ്. ജനവിധി അട്ടിമറിക്കാൻ പാടില്ല. ഇനി സീനിയോറിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേറെ കുറേ ആൾക്കാർ പറയുന്നത്, അതായത് ഉമ്മൻചാണ്ടിയുള്ള കാലത്ത് തന്നെ ഉമ്മൻചാണ്ടിയുടെ കൂടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ അടുത്ത ഒരാൾ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പേര് മാത്രമേ അന്ന് വന്നിട്ടുള്ളൂ. അന്ന് വേറെ ആരുടെ പേരുകളും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്നൊരു സമയത്ത് 2016 ഉമ്മൻചാണ്ടി മാറി, ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നു. അത് കഴിഞ്ഞ് 2021 വരെ പ്രതിപക്ഷ നേതാവായി. 2021 ആയപ്പം രണ്ടാമത്തെ ഒരു തോൽവിയും കൂടെ വന്ന സമയത്ത് സ്വയം മാറി അത് സതീശനിലോട്ട് എടുത്തുന്നു. പക്ഷേ അതായത് 2 വർഷം കഴിയുന്ന ഈ ഒരു ഭരണം പോയ ഒരു മുന്നണിയുടെ ഒരു അവസ്ഥ ആ സമയത്ത് മൊത്തം അണികളും ബാക്കി എല്ലാ ആളുകളും ഒന്ന് ഡൗണായി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെ വീണ്ടും തിരിച്ചെടുത്ത് പിടിച്ച് ഈ ഒരു വലിയ വിജയത്തിലോട്ട് എത്തിച്ചതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും കൊടുക്കേണ്ടത് VD സതീശൻ തന്നെയാണ്. ഇനി പ്രായം കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു ക്യാബിനറ്റ് പദവികൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ സതീശനേക്കാളും എത്രയോ മുമ്പിലാണ് KC അതല്ലെങ്കിൽ നമ്മുടെ രമേശ് ചെന്നിത്തല. ഇനി KCയുടെ കാര്യം എടുക്കുക. KCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ തിളങ്ങി നിന്ന് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2ാമത്തെ വാക്ക് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്കായിട്ട് വരുന്ന KC വേണുഗോപാൽ, അതല്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച്, ഇപ്പോൾ ഇന്നലത്തെ TVKയുടെ കാര്യം നമ്മൾ കണ്ടില്ലേ, TVKക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് വേണ്ടത് പോലും രാഹുൽ ഗാന്ധിയും ഖാർഗെയും ചർച്ച ചെയ്യുന്ന ഒരാൾ KCയാണ്. ആ കാര്യം പുറത്തോട്ട് വന്ന് പറയേണ്ടത് KCയാണ്. അപ്പം ആ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുക്കാനും ചെയ്യേണ്ട ഒരാൾ. അപ്പം അത്തരത്തിലുള്ള ഇത്രയും വലിയൊരു പൊസിഷനിലോട്ട് വന്ന ഒരാൾ കേരള മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്താ ഉള്ളോ? ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓരോ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ഇനി നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ ഒരാളെ നിങ്ങൾ എടുത്തോ, നോർമൽ ഒരാളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ആളിപ്പോൾ എന്താ പറയുക? ആ ആൾ കണ്ണടച്ച് പറയും VD സതീശനെ ആകാൻ പാടുള്ളൂ എന്നുള്ളത്. VD സതീശനാണ്. VD സതീശനെ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ കണ്ടിട്ടുള്ളൂ. KCനെ കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ, അല്ലെങ്കിൽ ദേശീയ ഇഷ്യൂസും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടാകുന്ന ഇഷ്യൂവിനൊക്കെ മുമ്പിലുണ്ടാകുന്നത് KCയാണ്. അപ്പോൾ KC അവിടെ തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ KC എന്തിനാണ് അങ്ങോട്ട് വരുന്നത്? ഇവിടെ VD അല്ലേ നയിച്ചത്. രമേശ് ചെന്നിത്തല നയിച്ചിരുന്നു, ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അത്രക്കുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആൾ കുറേയും കൂടെ ആരോഗ്യപരമായിട്ടും എല്ലാം കൊണ്ടും ആളൊന്ന് ഡിമ്മല്ലേ എന്നുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാനും VD സതീശനെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അതല്ലെങ്കിൽ VD തന്നെ ആയി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അവസാനം VDയുടെ അടുത്തോട്ട് ഈ ഒരു തീരുമാനം എത്തും, VD സതീശനെ തന്നെ ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതിട്ടോ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർ കാണുന്നില്ല. പക്ഷെ ഞാൻ പറയാം, എനിക്ക് വീഡിയോ ചെയ്യണം തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. അതായത് ഈ 5 വർഷം കൊണ്ട് ജനസമ്മതി ഏറ്റവും കൂടുതൽ VD സതീശനുണ്ട്. അതിലൊരു തർക്കമില്ല, ഒരു ഇതുമില്ല. അത് ഇപ്പം നമ്മൾ എന്താ പറയുക, KC വന്ന് എനിക്ക് 48 MLA-മാരുടെ സപ്പോർട്ടുണ്ട്, രമേശ് ചെന്നിത്തല വന്ന് എനിക്ക് 35 പേരുടെ സപ്പോർട്ടുണ്ട്, VDക്ക് ഇത് 8 പേരുടെ സപ്പോർട്ടേ ഉള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ.
ഇപ്പോൾ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു ജനാധിപത്യം എന്നുള്ള രീതിയിലൊക്കെ നോക്കുമ്പം ആ സപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. VD ആവണം എന്ന് ചിന്ത വരാനുള്ളൊരു കാരണം, അതായത് നിങ്ങൾ ഈ ഒരു VD വന്നിട്ടില്ലെങ്കിൽ, VD സതീശൻ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ, ഈ KC വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം KC ആദ്യം MP സ്ഥാനം രാജിവെക്കണം. 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു MLA രാജിവെക്കണം കോൺഗ്രസ്സിൽ. എന്നിട്ട് അവിടെ പോയി മത്സരിക്കണം, അവിടെ പോയി മത്സരിച്ച് ജയിക്കണം. അതേ സ്ഥാനത്ത് ഇപ്പുറത്തെ ആലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും MP ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് അവിടെ BJP തൂക്കും. കാരണം BJP അത്രയും വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട്. ഈ ഒരു നെഗറ്റിവിറ്റി വന്ന് ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ജനങ്ങളുടെ നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ? എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അവിടെ ഒരു MP, കേരളത്തിൽ ഒരു MP കൂടെ വരട്ടെ, അത് ശോഭാ സുരേന്ദ്രനെ പോലത്തെ ഒരാൾ വരട്ടെ, കേന്ദ്രമന്ത്രിയാക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റേവരെ പറ്റിച്ച പോലെ, തൃശ്ശൂരാരെ പറ്റിച്ച പോലെ ആ പറ്റിക്കലിൽ വീകാൻ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അപ്പം ആ ഒരു റിസ്ക് എടുത്ത് MP സ്ഥാനം രാജിവെച്ച് വന്നു കഴിഞ്ഞ് അതെങ്ങാനും തിരിഞ്ഞ് BJPയോട് എടുത്ത് അത്രയും വലിയൊരു തോൽവി സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടാനില്ല. ഇത് ചിന്തിക്കാത്ത നേതാക്കന്മാരാണോ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ KCയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ഇതൊക്കെ ചിന്തിക്കാത്ത ആളുകളാണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇനി ഒരു MLA രാജിവെക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ജയിച്ചു വന്നൊരു MLA രാജിവെക്കണം. ആര് രാജിവെക്കും? ഏത് MLA ആയിരിക്കും രാജിവെക്കുക? ഈ രാജിവെക്കുന്നിടത്ത് നിന്ന് KC വീണ്ടും മത്സരിച്ചിട്ട് ഈ പറഞ്ഞ ഇത്രയും ജനസമ്മതി ഉള്ള സതീശൻ്റെ എതിരെ വന്ന KC ആണ് എന്നുള്ള ചിന്ത കൂടെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു MLAനെ രാജിവെപ്പിച്ചിട്ട് അവിടെ KC ജയിച്ചിട്ട് വരണം. അതൊരു വലിയ റിസ്ക് അല്ലേ? ഇത്രയും ചിന്തിക്കാതെ കണ്ണടച്ച് ചെയ്യോ? എനിക്ക് തോന്നുന്നില്ല ഒരു രീതിയിലും കണ്ണടച്ച് ചെയ്യും എന്നുള്ളത്. കാരണം ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിട്ട് അതിപ്പോൾ ചിന്തിക്കാൻ കഴിവുള്ളവരൊക്കെ തന്നെയാണ് ഹൈക്കമാൻഡും ഈ പറഞ്ഞ ആളുകൾ. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ KCയുടെ പേര് പെട്ടെന്ന്, അതായത് ഇലക്ഷൻ്റെ തുടക്കം വരെ ഇല്ലാത്തൊരു KC, ഇലക്ഷൻ്റെ പ്രചരണം തുടങ്ങിയ സമയത്ത് KCയുടെ പേരുകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ കേട്ടുവരുന്നു. റിസൾട്ട് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും KC എല്ലായിടത്തും KC. അത് KC തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് KCക്ക് ഇപ്പോൾ സതീശൻ അല്ലെങ്കിൽ ഇപ്പോൾ സതീശൻ ഇവിടെ നിൽക്കട്ടെ, അതല്ലാണ്ട് ഇപ്പം ഒരു ദേശീയ രാഷ്ട്രീയം അല്ലാണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലോട്ട് വരുമ്പം സതീശൻ ഈ ഒരു പേരിൽ നിൽക്കുന്നതിനപ്പുറത്ത് തന്നെ അതേ സ്ഥാനത്ത് എനിക്കും പേരുണ്ട് എന്ന് KCക്ക് തോന്നിക്കാനും അല്ലെങ്കിൽ KC സ്ട്രോങ് ആണെന്ന് കാരണം ദേശീയ രാഷ്ട്രീയം ഒരുപാട് അറിയാത്ത ആളുകൾ ലോക്കലി നമ്മുടെ ആളുകൾ ഒരുപാടുണ്ട്. അപ്പം അല്ലെങ്കിൽ എനിക്ക് ദേശീയ രാഷ്ട്രീയം മാത്രമല്ല ഇവിടെ എനിക്ക് ഇത്രയും പിടിയുണ്ടെന്ന് അങ്ങ് അവിടെ അറിയിക്കാനും, അതായത് കേന്ദ്രത്തിൽ അറിയിക്കാനും അതുപോലെ തന്നെ കേരളത്തിൽ അറിയിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് ഈ പറഞ്ഞ സതീശനെ വെട്ടി KC വന്ന് പിന്നെ അവിടെ നിന്ന് ജയിച്ച് MP വേറൊരാൾ വരണം, അത് കഴിഞ്ഞ് MLA ഒരാൾ രാജിവെക്കണം, അവിടെ നിന്ന് വീണ്ടും ജയിച്ച് ഞാൻ കയറി വരണം, ഇത്രയും കടമ്പകൾ അവിടെ ഉള്ള സമയത്ത് ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കർണാടക ഇലക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ രാജസ്ഥാനിൽ എന്താ ഉണ്ടായത്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതിനു മുമ്പും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ എന്താ ഉണ്ടായത്, കർണാടകയിൽ ജയിപ്പിച്ചത് DK ശിവകുമാറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന DKനെ പോലത്തെ ഒരാളാണ് നയിക്കാൻ വേണ്ടത്. ഇവിടെ VD സതീശൻ എങ്ങനെ നയിച്ചോ DK ശിവകുമാറാണ് കർണാടകയിൽ നയിച്ചത്. 135-140 സീറ്റ് നേടി കർണാടകയിൽ കോൺഗ്രസ് ഭരണം പിടിക്കുമ്പം ഒരാളും ചിന്തിച്ചിട്ട് സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഇതേ ഇഷ്യൂ അവിടെ വന്ന് ഇതേ ഇഷ്യൂ അവിടെ വന്ന സമയത്ത് ഇത്രയും MLAമാർ സിദ്ധരാമയ്യനെ സപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് DK ഓക്കെ അത് ജനസമ്മതി DKക്കാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവിടെ ആ ഒരു തീരുമാനം ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനത്തിലൂടെ അങ്ങോട്ട് പോയി. ഇപ്പം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തോ, ആരുമില്ല. കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ ഭയങ്കര അച്ചടക്കമാണ്, ഞങ്ങൾ എന്തും ഞങ്ങളുടെ കോമ്രേഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കും, പിണറായിയാണ് ഞങ്ങൾക്ക് ദൈവം എന്ന് പറഞ്ഞു നിന്നിട്ട് ഇപ്പം എന്തായി? ആ പിണറായിയുടെ ദൈവക്കളി കൊണ്ട് പൊട്ടിപ്പാളീസായിപ്പോയി അല്ലേ? ഇപ്പോൾ പിണറായി അങ്ങോട്ട് മാറി ഇനി ആരാവും? ഒരു ഐഡിയ ഇവർക്ക്. അതായത് അവിടെ പോയി, അവിടെ ജനാധിപത്യം പോയി, അവിടെ ഫാസിസം വന്നു, അതുകൊണ്ട് അവർ തോൽപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഫാസിസം അതിനെതിരെ ആൾക്കാർ നിൽക്കണം എന്ന് പറയുന്നത്? മോദി കഴിഞ്ഞാൽ ആരുമില്ല, മോദി കഴിഞ്ഞാൽ പിന്നെ ആര്? യോഗിയോ അമിത്ഷയെ കൊള്ളൂല, പിന്നെ ആരുണ്ട്? ഈ ചിന്ത എല്ലാവർക്കും വരുന്നത് എന്താ? അപ്പം അവിടെ ആ ഫാസിസം വന്നു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ്സിൽ അതില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യട്ടെ, പക്ഷേ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഇക്കൂട്ടത്തിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ 100 നേതാവ് അപ്പുറത്തുണ്ട് എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അങ്ങനെ സിദ്ധരാമയ്യ വന്നു, ഇവിടെ കോൺഗ്രസ് കർണാടകയിൽ സിദ്ധരാമയ്യ വന്നു, ആ ഒരു പകുതി കൊല്ലം കൊടുക്കുക അല്ലെങ്കിൽ 2.5 കൊല്ലം എന്നുള്ള തീരുമാനത്തിലോട്ട് അവിടെ വന്നു. ഇപ്പം രാജസ്ഥാൻ എടുത്തോ, ഗെലോട്ട് വന്നു. അതായത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു മുമ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. അപ്പം തീർത്തു, ഇയാളാണ് ഇനി മുഖ്യമന്ത്രി തീരുമാനിച്ചു കൊടുത്ത് ഗെലോട്ട് വരുന്നു. എന്നിട്ട് ഇപ്പം എന്താ അവിടെ പിന്നെ എന്താ പറയുക, ഭരണം മാറിയൊക്കെ ഞാൻ പറഞ്ഞ ആ സമയത്ത്, ആ ജയിച്ചു വന്ന സമയത്ത് ഇപ്പം തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി വന്നു. രേവന്ത് റെഡ്ഡി എല്ലായിരുന്നു വരേണ്ടിയിരുന്നത്.
അങ്ങനെ ഓരോ സ്ഥലത്തും എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ചേഞ്ചസുകൾ വരാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഭരണത്തിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ ഇപ്പം കേരളത്തിൽ ഒരു പോസിബിലിറ്റി കാണുന്നത് ഇത്രയും കടമ്പകൾ കടന്ന് വരേണ്ട ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടും ഒരു ജന സപ്പോർട്ട് കൂടുതൽ വീഡിക്കുള്ളത് കൊണ്ടും വീടി തന്നെ അവസാനത്തിലോട്ട് ഈ ഒരു പൊസിഷനിലോട്ട് വരുമെന്ന് ആണ് ഞാൻ ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് ടേം പോലെ ആരെങ്കിലും വരുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അങ്ങനെ വരാനുള്ള ചാൻസസ് ഇവിടെ ഒട്ടുമില്ല. കാരണം MP ആണ്, MLA ആയിട്ടില്ല ഇതുവരെ KC വേണുഗോപാൽ എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് VD സതീശന് തന്നെയാണ്. ഇനി അതെല്ലാം മറ്റു രീതിയിലോട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ നേതൃത്വം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അണികളും വോട്ട് ചെയ്ത ജനങ്ങളും അതിനെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതായാലും നോക്കാം.